ഇത് നമ്മളെ അറിവിന്നുള്ള ഉസ്താദാണ്. നിങ്ങളിപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഒരു അറിവ് ഇങ്ങനെ ഷെയർ ചെയ്തതാണല്ലോ. ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ വരുമോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം ഒരു ക്ലാസ് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അറിവ് എങ്ങനെയാണ് നിങ്ങൾ അതിന് ക്രോഡീകരിക്കുന്നത്? നമ്മളെ പിന്നെ പുസ്തകങ്ങളും കിതാബുകളും എല്ലാം റെഫർ ചെയ്യും. ഒരു സമയമുണ്ട് അതിന് വേണ്ടി? അതിന് സമയം നീക്കി വെക്കും. ഭാര്യ ഹെൽപ്പ് ചെയ്യും, മറ്റുള്ള ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനൊരു ഫിക്സഡ് ടൈം മാറ്റി വെക്കും. കാരണം ഓരോ ദിവസവും നമുക്ക് ഓരോ അറിവ് ഷെയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നോളജ് വേണം. അതെ, അതിനനുസരിച്ച് നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് പുറത്തേക്ക് നമ്മളത് ഷെയർ ചെയ്യുക. അപ്പോൾ ഗിന്നസ് ബുക്കിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. കണ്ടിന്യൂ ആയിട്ട് ഒരുപാട് മജ്‌ലിസുകളായി, ഒരുപാട് എപ്പിസോഡുകളായി, 1600ഓളം എന്നും ലൈവാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രിപ്പയർ ചെയ്ത ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നതും ലൈവ് കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം. അതെ, ആദ്യം റെക്കോർഡാക്കിയിട്ട് ചെയ്യല്ല, ആദ്യം നമ്മൾ ഓൺ ദി സ്പോട്ടിൽ ലൈവ്. റമദാൻ മാസത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ഓർമ്മയുണ്ട്.